Good morning to all. Welcome to everyone. Welcome to the Women of Honor series. ഇന്ന് നമുക്ക് ബൈബിളിൽ നിന്ന് 78-ാം സങ്കീർത്തനം, അതിൽ നിന്ന് ഏതാനും വിഷയങ്ങൾ പഠിക്കാം. അതായത് ആസാഫ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ സങ്കീർത്തനമാണല്ലോ. സങ്കീർത്തനം 78 ഒരു വിസ്ഡം സോങ് എന്ന് പറയാവുന്നതാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുവാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആസാഫ് എന്ന ഗ്രേറ്റ് സിംഗറും മ്യൂസീഷ്യനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കും. ഈ സങ്കീർത്തനം എഴുതിയത് ഒരു ഹിസ്റ്റോറിക്കൽ സോങ്ങാണ് ഇത്. അതായത് ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു അതായത് ഒരു സോങ്ങാണ് ഈ സങ്കീർത്തനം. അതുപോലെ തന്നെ ഇതിൻ്റെ തീം ദൈവത്തിൻ്റെ ഗുഡ്നെസ് ആൻഡ് കൈൻഡ്നെസ് ഓഫ് ഗോഡ് എന്നുള്ള വിഷയം അവരെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ്, ഇസ്രായേൽ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഈ സംഗീതം എഴുതിയത്. അവൻ്റെ ദയയും മഹാകാര്യങ്ങളും അവൻ്റെ മത്സരികളും ശാഠ്യക്കാരുമായ ഇസ്രായേൽ മക്കളോട് അവൻ കാണിച്ച വിധങ്ങളെയും ഓർക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ്റെ ദയയും അവൻ ചെയ്ത നല്ല കാര്യങ്ങളും അവൻ്റെ കരുതലും എല്ലാം ഉണ്ടല്ലോ. നമുക്കറിയാം, ആ 40 വർഷത്തെ പ്രയാണത്തിൽ അവരുടെ ദൈവം എങ്ങനെ കരുതിയെന്നൊക്കെയും ഇവിടെ അവരോട് പറയുന്ന അവരെ ഓർപ്പിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെ പറയാവുന്നതാണ്. ഈ ആസാഫിനെ കുറിച്ച് 1 ദിനവൃത്താന്തത്തിലും 2 ദിനവൃത്താന്തത്തിലും എഴുതിയിരിക്കുന്നു. അദ്ദേഹം ഒരു വലിയ മ്യൂസീഷ്യനാണെന്നും ഗ്രേറ്റ് സിംഗറാണെന്നും നമുക്ക് കാണാം. ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് ജീവിച്ചിരുന്നതായിട്ടും കാണുന്നു. വളരെ പ്രധാനമായി എടുത്തു പറയുവാനായിട്ട് 1 ദിനവൃത്താന്തം 25:1 2 ദിനവൃത്താന്തം 29:30 വിശേഷിപ്പിച്ചിരിക്കുന്നത് ആസാഫ് വാസ് എ പ്രോഫറ്റ് ഓഫ് ഹിസ് മ്യൂസിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹിസ് പവർഫുൾ സോങ്സ് എന്നാണ്. ആസാഫ് ദർശകൻ്റെ വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു. പ്രവചിക്കുന്നവനായ ആസാഫ് എന്നും എഴുതിയിരിക്കുന്നു. അതേപോലെ സങ്കീർത്തനം 78-ൻ്റെ 1-ാം വാക്യത്തിൽ ആസാഫ് ജനങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു വിസ്ഡം സോങ് ആണെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ എന്ന്, അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ മാത്രമേ ആസാഫ് പറയുന്ന പോലെ പറയാൻ പോകുന്ന ഉപമയോ സദൃശവാക്യങ്ങളോ അല്ലെ കമ്പാരിഷനോ അവർക്ക് മനസ്സിലാകുകയുള്ളൂ. സങ്കീർത്തനം 49 വേറെ ഒരു വിസ്ഡം സോങ് ആയിട്ട് കാണുന്നു. ആസാഫ് 78-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, വരുവാനുള്ള തലമുറയോട് ദൈവത്തെ സ്തുതിക്കുവാൻ നാം പഠിപ്പിക്കണമെന്നാണ്. ഇത് ഇന്ന് നമ്മോടും കൂടിയാണ് പറയുന്നത്. 72 വാക്യങ്ങളോടുകൂടിയ ഈ വലിയ സങ്കീർത്തനത്തെ പല ഭാഗങ്ങളായിട്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ 78-ാം സങ്കീർത്തനം 1 മുതൽ 11 വരെയുള്ള ഭാഗത്തു നിന്ന് നമ്മൾക്ക് പഠിക്കാം. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വരുവാനുള്ള തലമുറയോട് മറച്ചു വയ്ക്കാതെ വിവരിച്ച് പറയണമെന്നാണ് നമ്മളോട് പറയുന്നത്. രണ്ടാമതായി 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ യാക്കോബിലൊരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൻ്റെ ഒരു ന്യായപ്രമാണം നിയമിച്ചുവെന്ന്. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാനായിട്ട് കൽപ്പിക്കുകയും ചെയ്തുവെന്ന്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വരുവാനുള്ള തലമുറയോടോ അല്ലെ അടുത്ത തലമുറയോടോ നമുക്ക് ഇതൊക്കെ ഈ വിവരിച്ച് പറയുവാനോ, ദൈവത്തെക്കുറിച്ച് കൂടുതലായി ദൈവത്തെ സ്തുതിക്കുവാനോ, അവൻ്റെ ബലത്തെക്കുറിച്ച് അവൻ്റെ അത്ഭുതത്തെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ വിവരിച്ച് അവരോട് പറയുവാനും ഒന്നുള്ള സാവകാശവും അതിനുള്ള ക്ഷമയോ നമുക്ക് പറയുവാൻ സാധിച്ചാലും കൂടി അവർ കേൾക്കുവാനായിട്ട് സന്നദ്ധരല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രപഞ്ചത്തിൻ്റെ പോക്ക്. അത് തലമുറകളെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവൻ്റെ ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിർത്തുവാനായിട്ട്
സാധിക്കാതെ പോകുന്നത് കൊണ്ട് ഇന്ന് വളരെയധികം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അതായത് ഭവനങ്ങളിലായാലും സഭയിലായാലും സമൂഹത്തിലായാലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കാൻ സാധിക്കാത്തത് അത് വലിയ ഒരു തോൽവിയായിട്ട്, ഒരു പരാജയമായിട്ട് നമ്മൾ കണക്കാക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര മാത്രം നമ്മൾ ശ്രമിച്ചാലും ലോകത്തിൻ്റെ ഈ ഫാസ്റ്റ് ലൈഫിൽ പെട്ടുപോയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോലും മനസ്സ് കാണിക്കാത്ത മക്കളും ഈ ലോകത്തുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മളുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിച്ചിരിക്കുന്നുവെന്ന് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്നത്തെ ഒരു ജീവിതശൈലിയും അതുപോലെയുള്ള അവരുടെ ചിന്താഗതികളും എല്ലാം മാറിയിരിക്കുന്നു. നമ്മൾ റീസെൻ്റായിട്ട് കണ്ടല്ലോ, മനുഷ്യൻ്റെ ബ്രെയിനിൽ ചിപ്പ് ഘടിപ്പിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അറിയാൻ തക്കവണ്ണം ആദ്യമായിട്ട് ആ ഒരു പ്രവൃത്തിയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ സിനിമകളിലൊക്കെ കണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ആകുമെന്നൊക്കെ കേട്ടിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എലൻ മസ്ക് ആണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനും വലിയ ബിസിനസ്സുകാരനുമായ അദ്ദേഹം എല്ലാം സ്പേസിലൊക്കെയും വളരെയധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിത്വം ഇന്ന് ഈ ഒരു പ്രവൃത്തിയിലും ഇടപെട്ട് അത് നടത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ, നമ്മളുടെ ബ്രെയിന് നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളോ അല്ല ദൈവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ പോലുമുള്ള സാവകാശമോ അതിനുള്ള സന്മനസ്സോ ഇല്ലാതെ പോകുന്ന ഒരു തലമുറയായിരിക്കാം നമുക്കിനി മുൻപോട്ടുള്ളത്. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമ്മുടെ ഉത്തരവാദിത്വമാണ് അവനെക്കുറിച്ച്, അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ചും യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും വരുവാനുള്ള തലമുറയോട് മറച്ചു വയ്ക്കാതെ വിവരിച്ച് പറയണമെന്നുള്ളത്. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ.